നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററി. പ്രധാന സംഘടനകൾ, സ്ഥാപകർ. ആത്മീയ സഭ 1815. അപ്പോൾ ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ 1815 സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം ബ്രഹ്മസഭ 1828 രാജാറാം മോഹൻ റോയ്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് തന്നെ. ശുദ്ധി പ്രസ്ഥാനം അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജി. അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ 1876 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ആര്യ സമാജം ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഓർമ്മയ്ക്കായി ശ്രീരാമകൃഷ്ണ മിഷൻ 1897 സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. വേദാന്ത സൊസൈറ്റി ന്യൂയോർക്ക് സ്വാമി വിവേകാനന്ദൻ. വേദാന്ത സൊസൈറ്റി ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ലണ്ടൻ. അപ്പോൾ ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ലണ്ടൻ ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇത് സ്ഥാപിച്ചത്. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജി. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ്. പൂന സാർവജനിക് സഭ 1870 സ്ഥാപിച്ചത് മഹാദേവ ഗോവിന്ദ റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് MG റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ. മദ്രാസ് മഹാജനസഭ M വീരരാഘവാചാരി. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ സരസ്വതി. ധർമ്മസഭ സ്ഥാപിച്ചത് രാജാകാൻ ദേവ്. ദേവസമാജം 1887 ശിവനാരായണൻ അഗ്നിഹോത്രി. നവവിധാൻ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. ഇന്ത്യൻ റിംഫോസ് അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവചന്ദ്ര സെൻ. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. നവ്ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ്. സത്യശോധക് സമാജ് 1874 ജ്യോതിറാവു ഫുലെ. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ജയപ്രകാശ് നാരായണൻ. അഹമ്മദീയ മൂവ്മെൻറ്റ് ഗുലാം അഹമ്മദ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അംബേദ്കർ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾകോർട്ട് മാഡം ബ്ലാവട്സ്കി. യങ് ബംഗാൾ മൂവ്മെൻറ്റ് വിവിയൻ ഡെറോസിയോ. ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകൻ ആനി ബസന്റ് ബാലഗംഗാധർ തിലക്. RSS 1925 ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവർ ആണ് RSSൻ്റെ സ്ഥാപകൻ. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവർ. അനുശീലൻ സമിതി സ്ഥാപിച്ചത് P മിശ്ര, ബരീന്ദ്രകുമാർ ഘോഷ്. അഭിനവ് ഭാരത് സ്ഥാപിച്ചത് BD സവർക്കർ, ഗണേഷ് സവർക്കർ. സ്വദേശി ബാണ്ഡവ് സമിതി
അശ്വിനി കുമാർ ദത്ത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 സ്ഥാപിച്ചത് സച്ചിൻ സന്യാൽ, രാം പ്രസാദ് ബിസ്മിൽ, യോഗേഷ് ചാറ്റർജി. പീപ്പിൾസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി 1945 മുംബൈ, ഡോക്ടർ ബി ആർ അംബേദ്കർ. പീപ്പിൾസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അടുത്തത് സ്ഥാപകരാണ്. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ് 1825. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇതിൻ്റെ സ്ഥാപകൻ, 1875. ബനാറസ് ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ 1916. ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി 1938. ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി 1938. ആത്മറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1867. ഹിന്ദു മതചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക കവിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ എം ജി റാൻഡെ, ആർ ജി ഭണ്ഡാർക്കർ, കെ ടി തിലക്. ജ്യോതിറാവു ഫൂലെ. ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫൂലെ. ഗോവിന്ദറാവു ഫൂലെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജ്യോതിറാവു ഫൂലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം സത്യശോധക് സമാജ്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. സത്യശോധക് സമാജ് സ്ഥാപിച്ചതെവിടെ? പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജ്യോതിറാവു ഫൂലെ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ജ്യോതിറാവു ഫൂലെ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫൂലെയാണ്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫൂലെ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ കീർ. ജ്യോതിറാവു ഫുലെയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് 1888. ജ്യോതിറാവു ഫുലെയ്ക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് മിതൽ റാവു കൃഷ്ണജി വണ്ടേക്കർ. അടുത്തത് വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. വിവേകവർദ്ധിനി ആരംഭിച്ച വർഷം 1874. ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലുവാണ്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ്. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ആംഗ്ലോ ഇന്ത്യൻ കോളേജ് സ്ഥാപിച്ചത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ 1875. 1920 ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകർ ചിരാഗ് അലി, നാസിർ അഹമ്മദ്.
ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിൻ്റെ രൂപീകരണത്തെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. കോൺഗ്രസിൻ്റെ രൂപീകരണത്തിനെ എതിർത്ത് 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് സയ്യിദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രം തഹ്സീബ് ഉൽ അഖ്ലാബ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ടത് സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ടത് സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ മാഡം ബ്ലാവഡ്സ്കി, കേണൽ ഓൾക്കോട്ട്. ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാർ മദ്രാസ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തക ആനി ബെസൻ്റ് ആണ്. സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തക ആനി ബെസൻ്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1889. ആനി ബെസൻ്റ് ഇന്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907. ആനി ബെസൻ്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1889. ആനി ബെസൻ്റ് ഇന്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ ശ്രീ ജീന രാജാദാസ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ പ്രസിഡന്റ്.